അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ പഴയതുപോലെ തന്നെ മരണാസന്നരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. വളരെ ദൂരസ്ഥലങ്ങളിൽ മരിക്കുന്ന വ്യക്തികളെ പോലും ഞാൻ അനുയാത്ര ചെയ്തിരുന്നു. ഈ ആത്മാക്കളിൽ ദൈവകരുണയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ നിറവേറുന്നത് കാണുന്നത് എനിക്ക് വലിയ ആനന്ദമായിരുന്നു. ദൈവം വിശ്വസ്തനാണ്. ഒരിക്കൽ അവിടുന്ന് വാഗ്ദാനം ചെയ്താൽ പിന്നീട് ഒരിക്കലും വാക്ക് മാറ്റുകയില്ല. ഞങ്ങളുടെ വാർഡിലൊരു വ്യക്തി ആയി കിടപ്പുണ്ടായിരുന്നു. 3 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം വരികയും പോവുകയും ചെയ്ത് അവൾ മരണവേദനയിലായിരുന്നു. വാർഡിലുള്ള എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് അവളുടെ അടുക്കൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും മദർ സുപ്പീരിയർ വിലക്കിയിരുന്നതുകൊണ്ട് എൻ്റെ മുറിയിൽ തന്നെയിരുന്ന് ആ ആത്മാവിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവൾ കഠിനമായ മരണവേദനയിലാണെന്നും അത് എത്ര നേരം നീണ്ടു നിൽക്കുമെന്ന് ആർക്കും പറയുവാൻ സാധിക്കുകയില്ലെന്നും കേട്ടപ്പോൾ എൻ്റെ ആത്മാവിൽ ലഭിച്ച പ്രചോദനമനുസരിച്ച് പെട്ടെന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, ഞാൻ ചെയ്യുന്നതെല്ലാം അങ്ങേക്ക് പ്രീതിജനകമാണെന്നതിൽ തെളിവായിട്ട് ഇക്കാര്യം ഞാൻ അപേക്ഷിക്കുകയാണ്. ആ ആത്മാവിൻ്റെ സഹനങ്ങളെല്ലാം അവസാനിച്ച് നിത്യസന്തോഷത്തിലേക്ക് അവൾ ഉടനെ തന്നെ കടന്നു പോകണം. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആ ആത്മാവ് വളരെ പെട്ടെന്ന് ശാന്തമായി മരിച്ചുവെന്ന് ഞാൻ കേട്ടു. അവർക്ക് തിരി തെളിക്കുന്നതിനുള്ള സമയം പോലും ലഭിക്കുന്നതിന് മുമ്പേ സമാധാനപൂർണ്ണമായി മരിച്ചു. എൻ്റെ ആത്മീയ പിതാവിനെക്കുറിച്ച് ഫാദർ ആൻഡ്രാഷ് അല്ലെങ്കിൽ ഫാദർ സൊപ്പോച്കോ അല്പം സംസാരിക്കാം. ക്ഷീണിച്ചു തളർന്നു പോകാതെ ആത്മീയ ജീവിതത്തിൽ നിരന്തരം വളർന്നു വരുവാൻ തക്കവിധം ആത്മാക്കൾക്ക് ശക്തിയും ബലവും ധൈര്യവും പകർന്നു നൽകുവാൻ പ്രാപ്തരായ വളരെ ചുരുക്കം വൈദികർ മാത്രമേയുള്ളൂവെന്നതാണ് വാസ്തവം. വളരെ ദുർബലരായ ആത്മാക്കൾ പോലും അങ്ങനെയുള്ള ഒരു വൈദികനാൽ നയിക്കപ്പെട്ടാൽ ദൈവമഹത്വത്തിനായി വളരെയധികം പ്രവർത്തിക്കുവാൻ പ്രാപ്തരാകും. താനിവിടെ ഒരു രഹസ്യം വെളിപ്പെടുത്താം. കുമ്പസാരക്കാരനോ ആത്മീയ പിതാവോ ആത്മാക്കൾ വെളിപ്പെടുത്തുന്ന നിസ്സാര കാര്യങ്ങൾ പോലും കാര്യമായി പരിഗണിക്കുന്നതായി മനസ്സിലാക്കുന്നു. ഇപ്രകാരം നയിക്കപ്പെടുന്നുവെന്ന് കാണുമ്പോൾ ആത്മാവ് സ്വയം പരിപൂർണതയ്ക്കായി അധ്വാനിക്കാൻ തുടങ്ങും. പുണ്യാഭ്യാസത്തിന് ലഭിക്കുന്ന ഏറ്റവും ചെറിയ അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ പരിശ്രമിക്കുകയും ഏറ്റവും നിസ്സാരമായ പാപങ്ങൾ പോലും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ നിന്ന് ഉത്ഭുതമാകുന്ന ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് ആത്മാവിലൊരു മനോഹര സൗധം പടുത്തുയർത്തുന്നു. എന്നാൽ നേരെ മറിച്ച് കുമ്പസാരക്കാരൻ ഇത്തരം നിസ്സാര കാര്യങ്ങളെ അവഗണിക്കുന്നുവെന്ന് മനസ്സിലാക്കി ആത്മാവും അവയെ അവഗണിച്ച് കുമ്പസാരത്തിൽ അവയെ വെളിപ്പെടുത്താതിരുന്നാൽ വളരെ ഗൗരവമായ അവസ്ഥയിൽ ചെറിയ കാര്യങ്ങളെ അവഗണിക്കുന്നവളായിത്തീരും. ഇങ്ങനെ സംഭവിച്ചാൽ മുൻപോട്ട് പോകുന്നതിന് പകരം സാവധാനം പുറകോട്ട് പോവുകയും ചെയ്യും. ഏതെങ്കിലും ഗൗരവമേറിയ പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും ഇതേക്കുറിച്ച് അവബോധമുണ്ടാകുന്നത്. ഇവിടെ വളരെ പ്രശസ്തമായൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ? ആത്മാവോ ആത്മാവിനെ നയിച്ച കുമ്പസാരക്കാരനോ? കുമ്പസാരക്കാരൻ തന്നെ. എല്ലാ കുറ്റവും വിവേകരഹിതനായ ആ ആത്മീയ നീന്താവിൽ തന്നെയാണ്. ആത്മീയ നീന്താവിൻ്റെ തെരഞ്ഞെടുപ്പിലാണ് ആത്മാവിന് തെറ്റുപറ്റിയത്. ആത്മീയ നീന്താവിന് ആത്മാക്കളെ ദൈവ തിരുമനസ്സിനനുസരിച്ച് വിശുദ്ധിയുടെ പാതയിലൂടെ നയിക്കാൻ സാധിക്കണം. നല്ല ഒരു ആത്മീയ പിതാവിനെ ലഭിക്കുവാനായി ആത്മാവ് തീഷ്ണതയോടെ ദീർഘസമയം പ്രാർത്ഥിക്കണം. കർത്താവിനോട് തന്നെ തനിക്കായി ഒരു ആത്മീയ പിതാവിനെ തിരഞ്ഞെടുക്കാൻ പറയണം. ദൈവഹിതപ്രകാരം ആരംഭിക്കുന്നത് ദൈവീകവും തീർത്തും മാനുഷിക രീതിയിൽ ആരംഭിക്കുന്നത് മാനുഷികവുമായിരിക്കും. ദൈവം കാരുണ്യവാനാണ്. ആത്മാവിൻ്റെ സഹായത്തിനായി അവിടുന്ന് തന്നെ ആത്മീയ പിതാവിനെ തിരഞ്ഞെടുക്കുന്നു. ഈശോനാഥൻ്റെ മുമ്പിലെന്ന പോലെ തൻ്റെ മറ നീക്കി ആരുടെ മുമ്പിലാണ് തന്നെ തന്നെ വെളിപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ആത്മാവിന് ദൈവം ആത്മീയ പ്രകാശം നൽകും. ദൈവം തന്നെയാണ് ഇതെല്ലാം ക്രമീകരിക്കുന്നതെന്ന് ആത്മാവ് മനസ്സിലാക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ തന്നെ ശരിയായി മനസ്സിലാക്കി നയിക്കുവാൻ ദൈവിക പ്രകാശം ലഭിക്കുവാനായി തൻ്റെ കുമ്പസാരക്കാരന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. ഗൗരവമേറിയ കാരണം കൂടാതെ ആത്മീയ പിതാവിനെ മാറാതിരിക്കട്ടെ. ആത്മീയ പിതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദൈവേഷ്ടം അറിയുവാനായി തീക്ഷ്ണമായി വളരെയധികം പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ആത്മീയ പിതാവിന് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നത് ദൈവഹിതപ്രകാരമാണോ എന്ന് വ്യക്തമായി അറിയുവാൻ തീക്ഷ്ണമായി വളരെയധികം പ്രാർത്ഥിക്കണം. ദൈവേഷ്ടത്തെക്കുറിച്ച് വ്യക്തത ലഭിച്ചില്ലെങ്കിൽ ഒരിക്കലും ഒരു മാറ്റവും വരുത്തരുത്. കാരണം ഒരു വ്യക്തിയും തനിച്ച് അധിക ദൂരം മുമ്പോട്ട് പോവുകയില്ല. സാത്താൻ ഇത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധിയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരാത്മാവ് തന്നെത്താൻ നയിക്കപ്പെടണം. എന്തെന്നാൽ അവൻ ഒരിക്കലും അത് പ്രാപിക്കുകയില്ലെന്ന് നിസ്സംശയം അവനറിയാം.
ഇതിനൊരു അപവാദമുണ്ട്. ഒരു വ്യക്തിയെ ദൈവം തന്നെ നയിക്കുന്നുവെങ്കിൽ അക്കാര്യം ആത്മീയ പിതാവ് പെട്ടെന്ന് മനസ്സിലാക്കും. ഇത് വ്യക്തമായി തരംതിരിച്ചറിയുന്നതിന് ദൈവം അദ്ദേഹത്തെ അനുവദിക്കും. അങ്ങനെയുള്ള വ്യക്തികൾ മറ്റാരെയേക്കാൾ ആത്മീയ പിതാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആത്മീയ പിതാവ് ആത്മാവിനെ നയിക്കുകയോ ഏതു വഴിയിലൂടെ മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് ആത്മാവ് ശരിയായ പാതയിലൂടെ നല്ല അരൂപിയിലാണോ നയിക്കപ്പെടുന്നതെന്ന് പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും മാത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആത്മീയ പിതാവ് വിശുദ്ധനായിരുന്നാൽ മാത്രം പോരാ, അനുഭവജ്ഞാനമുള്ളവനും വിവേകമതിയുമായിരിക്കണം. ഇവിടെ ദൈവത്തേക്കാൾ കൂടുതലായി ആത്മീയ പിതാവിൻ്റെ അഭിപ്രായങ്ങൾക്കായിരിക്കണം ആത്മാവ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത്. അങ്ങനെ ചെയ്താൽ അബദ്ധങ്ങളിൽ നിന്നും വഴിതെറ്റിപ്പോകുന്നതിൽ നിന്നും ആത്മാവ് സുരക്ഷിതമായിരിക്കും. ആത്മാവ് അതിന് ലഭിക്കുന്ന പ്രചോദനങ്ങളെ ആത്മീയ പിതാവിൻ്റെ കർശന നിയന്ത്രണത്തിന് സമർപ്പിക്കുന്നില്ലെങ്കിൽ അത് തെറ്റായ അരൂപിയിലാണ് നയിക്കപ്പെടുന്നതെന്ന് അതിനാൽ തന്നെ വ്യക്തമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആത്മീയ പിതാവ് അങ്ങേയറ്റം വിവേകം പാലിക്കുകയും ആത്മാവിൻ്റെ അനുസരണത്തിൻ്റെ അരൂപിയെ പരീക്ഷിച്ചറിയുകയും വേണം. സാത്താനും എളിമയുടെ മേലങ്കി സ്വയം ധരിക്കുവാൻ സാധിക്കും. എന്നാൽ അനുസരണത്തിൻ്റെ മേലങ്കി ധരിക്കുവാൻ അവനൊട്ടും സാധിക്കുകയില്ല. അപ്പോൾ അവൻ്റെ തിന്മയുടെ പദ്ധതികളെല്ലാം അസ്തമിച്ചുകൊള്ളും. എന്നാൽ ആത്മീയ പിതാവ് അങ്ങനെയുള്ള ആത്മാക്കളെ ഒത്തിരി ഭയപ്പെടേണ്ടതില്ല. എന്തെന്നാൽ ആ പ്രത്യേക ആത്മാവിനെ തൻ്റെ സംരക്ഷണത്തിനായി ദൈവം ഏൽപ്പിച്ചുവെങ്കിൽ അതിനാവശ്യമായ ആത്മീയ പ്രകാശവും അവിടുന്ന് തന്നെ നൽകും. അങ്ങനെയല്ലെങ്കിൽ ദൈവവും ആത്മാവും തമ്മിലുള്ള ഉന്നതമായ രഹസ്യങ്ങളെ ദൈവീക ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുവാൻ അദ്ദേഹം എങ്ങനെ പ്രാപ്തനാകും? ഞാൻ തന്നെ ഇക്കാര്യത്തിൽ വളരെയധികം സഹിക്കുകയും പരീക്ഷണ വിധേയയാകുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് എഴുതുന്നത്. പല നൊവേനകളുടെയും പ്രാർത്ഥനകളുടെയും പ്രായശ്ചിത്തങ്ങളുടെയും അവസാനമാണ് എൻ്റെ ആത്മാവിനെ ശരിയായ വിധം മനസ്സിലാക്കുന്ന ഒരു വൈദികനെ ദൈവം എനിക്ക് അയച്ചു തന്നത്. അനുഭവജ്ഞാനമുള്ള വിശുദ്ധരായ വൈദികർ കൂടുതലുണ്ടായിരുന്നെങ്കിൽ വിശുദ്ധരായ ആത്മാക്കൾ കൂടുതലുണ്ടാകുമായിരുന്നു. വിശുദ്ധിക്കായി ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന പല ആത്മാക്കൾക്കും പരിപൂർണതയിലേക്കുള്ള പാതയിൽ അനുഭവപ്പെടുന്ന കഷ്ടതകളുടെയും തിരസ്കരണങ്ങളുടെയും സമയത്ത് തനിച്ചു മുന്നേറുവാൻ സാധിക്കുകയില്ല. ഓ ഈശോയെ, തീക്ഷ്ണതയുള്ള വിശുദ്ധരായ വൈദികരെ ഞങ്ങൾക്ക് നൽകണമേ. ഓ വൈദികരുടെ സ്ഥാനം എത്രയോ ശ്രേഷ്ഠമാണ്. അതേസമയം തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളും വളരെ ഗൗരവമേറിയതാണ്. ഓ വൈദികരെ, നിങ്ങൾക്ക് വളരെയധികം നൽകിയിട്ടുണ്ട്. അതിനാൽ നിങ്ങളിൽ നിന്ന് വളരെയധികം ആവശ്യപ്പെടുകയും ചെയ്യും.